യൂട്യൂബ് തുടങ്ങിയിട്ട് റീച്ച് ഒന്നും കിട്ടാണ്ട് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് സ്ട്രക്ക് ആയിട്ട് നിൽക്കുന്നവർക്കുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ 20ഓളം കണ്ടന്റ്സ് ഒരു കണ്ടന്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ തന്നെ 20 ടോപ്പിക്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക, ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, എല്ലാം ഓക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നില്ല. ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിനെ സക്സസിലേക്ക് എത്തിക്കുന്നത്. ഈ പോയിന്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റീച്ച് ഉണ്ടാവും. ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് നമ്മളിൽ കുറച്ച് പേർക്ക് യൂട്യൂബ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടും യൂട്യൂബ് തുടങ്ങിയിട്ട് റീച്ചൊന്നും കിട്ടാണ്ട് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് സ്ട്രക്കായിട്ട് നിൽക്കുന്നവർക്കുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു എ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, യൂട്യൂബ് തുടങ്ങണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി പല കാരണങ്ങൾ കൊണ്ട് തുടങ്ങാത്തവരോടാണ്. നമുക്ക് പല റീസൺസ് ഉണ്ടാവില്ലേ യൂട്യൂബ് തുടങ്ങാണ്ടിരിക്കാനായിട്ട്? പല റീസൺസ് ഉണ്ടാവും. ഫസ്റ്റ് നമ്മളെ പറ്റി മറ്റുള്ളവർ എന്താ വിചാരിക്കുക, നമ്മളിങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ളവർ എങ്ങനെ വിചാരിക്കും, പിന്നെ നമ്മുടെ വീഡിയോസിന് റീച്ച് കിട്ടുമോ, ഓഡിയൻസ് എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള പല ഇൻസെക്യൂരിറ്റീസ് നമുക്കുണ്ടാവും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് സക്സസ് ആയി നിൽക്കുന്ന പല യൂട്യൂബേഴ്സിൻ്റെയും ഓൾഡസ്റ്റ് വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഓക്കെ നമ്മുടെ വീഡിയോ കുഴപ്പമില്ല, നമ്മളും ഇങ്ങനെ ഒരു സ്റ്റെപ്പിൽ കയറിയാൽ മാത്രമേ ഇന്ന് അവർ നിൽക്കുന്ന പോലെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഇന്നത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ ഓൾഡസ്റ്റ് വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂവും കിട്ടില്ല, അവർ നമുക്ക് പൈസയും കൊണ്ടുവരത്തില്ല. സോ നമ്മുടെ കയ്യിൽ നല്ല കണ്ടന്റ്സ് നമ്മുടെ മനസ്സിലുണ്ട്, നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ദ റൈറ്റ് പോയിന്റ് ടു സ്റ്റാർട്ട്. ഇപ്പം തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാം, നല്ല വീഡിയോസ് ഇടുക, നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുക. സോ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. ഫസ്റ്റ് നമ്മുടെ കണ്ടന്റ് ഏതാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കണം. യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം കൺസിസ്റ്റൻസി ആണ് നമ്മൾ സക്സസിലേക്ക് എത്തിക്കുന്നത്. കൺസിസ്റ്റൻസി ഉണ്ടാവണം, തുടർച്ചയായിട്ട് വീഡിയോ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു 20ഓളം കണ്ടന്റ്സ്, ഒരു കണ്ടന്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ തന്നെ 20 ടോപ്പിക്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഈ ടോപ്പിക്കിൽ വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം, ഈ ടോപ്പിക്കിൽ വെച്ചൊരു വീഡിയോ ചെയ്യാം, അങ്ങനെ ഒരു നിയർലി ഒരു 20 കണ്ടന്റ്സ് എങ്കിലും നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കണം. എന്നിട്ട് വേണം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ വീഡിയോസിന് കുറച്ചും കൂടെ റീച്ച് കിട്ടുള്ളൂ. സോ ഫസ്റ്റ് നമ്മളൊരു കണ്ടന്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കണ്ടന്റ്സ് വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് വേറെ യൂട്യൂബേഴ്സും ഈ കണ്ടന്റ് വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും. ആ വീഡിയോസൊക്കെ നമ്മളൊന്ന് കാണുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഈ കണ്ടന്റിൽ ഏത് ടോപ്പിക്കിനാണ് റീച്ച് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഓഡിയൻസിന് കുറച്ചും കൂടെ ആവശ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കണ്ടന്റ്സ് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കാം, എന്ത് കണ്ടന്റാണ് തുടങ്ങേണ്ടതെന്നാണ് എനിക്കറിയാത്തത്, ഒരു നല്ലൊരു കണ്ടന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയേനെ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഗൂഗിളിലായിരുന്നാലും യൂട്യൂബിലായിരുന്നു കഴിഞ്ഞാലും അതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കണ്ടന്റ്സ് നമുക്ക് വരാം. അതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ലേഡീസ് ആണെന്ന് വെച്ചോ, നിങ്ങൾക്കിപ്പോൾ കുക്കിംഗ് വീഡിയോസ് ചെയ്യാം. കുക്കിംഗ് വീഡിയോസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതായിട്ടൊന്നും കുക്കിംഗ് വീഡിയോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ തുടക്കക്കാരല്ലേ. അതുകൊണ്ട് ഭയങ്കര നന്നായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലത്. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി ചെറുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരുന്നാലും മതി. വേറൊന്നും വേണ്ട, നമുക്ക് നന്നായിട്ട് ചായ ഇടാൻ അറിയാം, അതായിരുന്നാലും മതി. നന്നായിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാം, ഓക്കെ, അതും നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പല 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 ചെറിയ കാര്യങ്ങളിലൂടെയും നമുക്ക് നമ്മുടെ വീഡിയോസിൽ റീച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം അതുപോലെ തന്നെ ജെൻസ് ആയിക്കോട്ടെ, അവർക്ക് ഗാഡ്ജറ്റ്സിനെ പറ്റിയിട്ട് കുറച്ച് നോളജ് ഉണ്ടാകുന്ന വെച്ചോ, അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, നമ്മുടെ ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഉണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ടാവും, യൂട്യൂബ് ഉണ്ടാവും. ഇതിലൊക്കെ ഓരോരോ അപ്ഡേറ്റ്സ് വരുമ്പോഴത്തേനും അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നതോ അതിനെപ്പറ്റി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതോ, അതൊക്കെ ഇൻ കേസ് നമുക്ക് അതറിയില്ലെങ്കിൽ കൂടി തന്നെ യൂട്യൂബിൽ തന്നെ വേറെ കുറേ പേര് ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. സോ അങ്ങനെയും നമുക്ക് റീച്ച് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ കാറിനെ പറ്റി ആയിക്കോട്ടെ, ബൈക്കിനെ പറ്റി ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ നമുക്ക് കുറച്ചും കൂടെ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആക്കിയിട്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ലേഡീസിന് നമ്മുടെ സ്റ്റിച്ചിങ് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നമുക്ക് യൂട്യൂബിൽ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക, ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നാണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന കാരണം. ബിക്കോസ് എനിക്ക് എൻ്റെ ചാനലിൽ തോന്നിയത്, ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനുമാണ് എനിക്ക് കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ആവുന്നത്.
ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ വാച്ച് അവർ കുറച്ചും കൂടി ഇൻക്രീസ് ആവും. സോ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്തിരിക്കണം. സോ നമുക്ക് സബ്സ്ക്രൈബേഴ്സും അത്യാവശ്യമാണ്, വാച്ച് അവർ അത്യാവശ്യമാണ്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഷോർട്സും ചെയ്യാം, അതോടൊപ്പം തന്നെ ലോങ് വീഡിയോയും ചെയ്യാം. നമ്മളിപ്പോൾ ലോങ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് നമ്മൾ എടുത്തിട്ട് അതൊന്ന് ഷോർട്സ് അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, രണ്ടും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പോയിന്റ്. ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിനെ സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. ഈ പോയിന്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റീച്ച് ഉണ്ടാവും. അതാണ് കൺസിസ്റ്റൻസി. അതായത് തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഒരു 20 ടോപ്പിക്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഈ 20 ടോപ്പിക്സിൽ നമ്മൾ നമ്മുടെ വീഡിയോസ് ചെയ്യും എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞത് ഈ റീസൺ കൊണ്ടാണ്. കൺസിസ്റ്റൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ യൂട്യൂബിൽ സക്സസ് ആവും. പെട്ടെന്ന് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കാൻ പറ്റും. നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ട് മറ്റന്നാളാണ് ഒരു വീഡിയോ ഇടുന്നത് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക, ഒന്നിടവിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫീഡിൽ നമ്മുടെ വീഡിയോസ് വരത്തില്ല. സോ കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക. അതുപോലെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് ദിവസം വീഡിയോ ഇട്ടു, അടുത്തൊരു 1 മന്ത് ഞാൻ വീഡിയോ ഇട്ടതേ ഇല്ല. നെക്സ്റ്റ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. പക്ഷേ ഈ 1 മന്ത് ഞാൻ നോക്കുമ്പോൾ റിഫ്രഷ് ചെയ്യുമ്പോഴത്തേനും തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റി. ഒരു ദിവസം നിയർലി ഒരു 15 സബ്സ്ക്രൈബേഴ്സ് വരെ കുറയുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് റീച്ചേ ഉണ്ടായിരുന്നില്ല. ഒരു 10 വ്യൂസ് 15 വ്യൂസ് അങ്ങനെയൊക്കെ ആയിരുന്നു. നേരത്തെ ഒക്കെ ഒരു 1K പ്ലസും 2K പ്ലസും അങ്ങനെയൊക്കെ ഒരു 10K പ്ലസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈവൻ 20K പ്ലസ് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഞാനൊരു 1 മന്ത് വീഡിയോ ഇടാണ്ടിരുന്നപ്പോഴത്തേനും എനിക്ക് 10 വ്യൂസ്, കഷ്ടിച്ച് 15 വ്യൂസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോഴത്തേനുമാണ് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴത്തേനും എനിക്ക് മനസ്സിലായത്, ഈ 1 മന്ത് ഞാൻ വീഡിയോ ഇടാണ്ടായപ്പോഴത്തേനും എൻ്റെ ചാനൽ ഫ്രീസ് ആയി പോയതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ റീച്ച് ഉണ്ടാവാത്തത്. അതിനുശേഷം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. പക്ഷെ അത് ഒരുപാട് സമയമെടുത്തു. പഴയ ഒരു സ്റ്റേജിലേക്ക് വരാനായിട്ട് ഒത്തിരി സമയമെടുത്തു. ഇപ്പോഴും അത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എനിക്ക് 10K ഒക്കെ സുഖമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം അതിന് പറ്റുന്നില്ല. മീൻസ് എത്ര തന്നെ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഓക്കെ ഒരു 500 600 അങ്ങനെയൊക്കെ ആയിപ്പോയി. വളരെ ബുദ്ധിമുട്ടാണ് വൺസ് നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നിട്ട് പിന്നെ വീഡിയോ ഇടുമ്പോഴത്തേനും പഴയ റീച്ച് കൊണ്ടുവരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്ലാറ്റ്ഫോമിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി വേണം. നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. സോ നെക്സ്റ്റ് ഇസ് 4th പോയിന്റ്. ഇനി ചിലരുടെയെങ്കിലും ഒരു ആശങ്കയായിരിക്കും, ഞങ്ങളുടെ കയ്യിൽ റിംഗ് ലൈറ്റ് ഇല്ല, ട്രൈപോഡ് ഇല്ല, നല്ല ക്യാമറ ഇല്ല, മൈക്കില്ല. ഇന്നത്തെ ഒക്കെ യൂട്യൂബേഴ്സിനെ ഒക്കെ കണ്ടില്ല, അവരുടെ കയ്യിൽ ഈ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് വിചാരിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങാണ്ടിരിക്കുന്നവരുണ്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ പഴയ വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് വീഡിയോസ് തുടങ്ങിയിരിക്കുന്നത്. അവരും പടിപടിയായിട്ട് കയറിയാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്നത്. അപ്പം നമ്മളും ഇന്നത്തെ അവരുടെ സാഹചര്യം നോക്കാണ്ട് പഴയ സാഹചര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് തുടങ്ങാവുന്നതേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടാവും, അതിനൊരു ക്യാമറ ഉണ്ടാവും, നല്ല കണ്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റീച്ചും കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവും. അങ്ങനെ ആ കിട്ടുന്ന മോണിറ്റൈസേഷൻ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് മൈക്കോ റിംഗ് ലൈറ്റോ ട്രൈപോഡോ എന്ത് വേണമെന്നുണ്ടെങ്കിലും വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവില്ല. ഈ പറയുന്ന സാധനങ്ങളൊന്നും വാങ്ങിക്കാനും പറ്റില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഉള്ള സാഹചര്യം വെച്ചിട്ട് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുക. എല്ലാം ഓക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നില്ല. ഓക്കെ, ദെൻ 5th പോയിന്റ് എന്ന് പറയുന്നത്, ചിലവർക്ക് വീഡിയോസിൽ നമ്മുടെ ഫേസ് കാണിക്കാൻ ഭയങ്കര ഷൈ ആയിരിക്കും. അങ്ങനെയുള്ളവർക്കുള്ള ടോപ്പിക്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യാം. അപ്പോൾ അതിൽ നമ്മുടെ ഫ്രണ്ടിൽ ചെറിയ വീഡിയോ ക്ലിപ്പിംഗ്സ് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ വോയിസ് ഓവർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ സിനിമയെ പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങുന്ന സിനിമകളെ പറ്റിയോ അതിൻ്റെ റിവ്യൂസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. അപ്പോഴും നിങ്ങളുടെ ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കുറച്ച് ഗെയിമിങ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗെയിംസ് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ആനിമേറ്റഡ് വീഡിയോസ്, അനിമേഷൻ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഫേസ് കാണിക്കാണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് യൂട്യൂബിൽ തന്നെ ഉണ്ട്. ദെൻ 6th പോയിന്റ്, ഇപ്പോൾ ചിലവർ പറയാറുണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളത്.
ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിലാണ്. ഞാൻ കുറച്ചുകൂടെ അതിലാണ് യൂസ്ഡ് ആയിട്ടുള്ളത്. സോ ഞാൻ അതിലാണ് എഡിറ്റ് ചെയ്തത്. അല്ലാണ്ട് തന്നെ ക്യാപ്കട്ട് ഉണ്ട്, ക്യാൻവ ഉണ്ട്, അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ എല്ലാത്തിൻ്റെയും ട്യൂട്ടോറിയൽസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിൻ്റെ ട്യൂട്ടോറിയൽ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതൊരു കൊച്ചു കുട്ടിക്കും ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള കാര്യമാണത്. സോ ഇനി ആരും വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇനി ഞാൻ പറയുന്നത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് റീച്ച് ഒന്നും കിട്ടാണ്ട് ഇനി വീഡിയോസ് സ്റ്റോപ്പ് ചെയ്യാവോ, ഇനി നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആദ്യം നമ്മുടെ ചാനലൊന്ന് അനലൈസ് ചെയ്യണം. എന്താണ് നമ്മുടെ ചാനലിൻ്റെ പ്രശ്നം? കണ്ടൻസ് ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടൻസ് ഒന്ന് മാറ്റി നോക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് റീച്ച് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നെക്സ്റ്റ് ടാഗ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ. ടാഗ്സ് ഇപ്പോൾ ജനറേറ്റ് ചെയ്യേണ്ട ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ടോപ്പിക് ഒന്ന് അതിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആപ്റ്റായിട്ടുള്ള ഒരുപാട് ടാഗ്സ് നമുക്ക് കിട്ടും. സോ ആ ടാഗ്സ് ഒക്കെ നമ്മുടെ വീഡിയോസിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഡിസ്ക്രിപ്ഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എൻ്റെ ചാനലിൽ. കാരണം ഞങ്ങൾ ആദ്യം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് കപ്പിൾസ് ആയിട്ടായിരുന്നു. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള കുറേ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ സിംഗിൾ ആയിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്തിട്ട് ഇതിലോട്ട് പേസ്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ സിംഗിൾ വീഡിയോസും നേരത്തെ കപ്പിൾ ഗോൾസും അങ്ങനെ ഫുൾ ഡിസ്ക്രിപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുമായിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചാനലിന് റീച്ച് കുറയാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ചാനൽ നോക്കിയപ്പോഴത്തേനാണ് ഞാൻ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ്റെ അബദ്ധം എനിക്ക് മനസ്സിലായത്. സോ അതൊന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുത്തപ്പോഴത്തേനും പഴയ പോലെ റീച്ച് കിട്ടാൻ തുടങ്ങി. നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈം ഫിക്സ് ചെയ്യുക. ഇന്ന് നമ്മൾ 5 മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ 5 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യണം. അല്ലാണ്ട് ഇന്ന് 5 മണിക്ക് അപ്ലോഡ് ചെയ്തു, നാളെ 10 മണിക്ക് അപ്ലോഡ് ചെയ്തു, മറ്റന്നാൾ രാവിലെ 9 മണിക്ക് അപ്ലോഡ് ചെയ്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മുടെ കറക്റ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്പോഴും നമുക്ക് റീച്ച് കുറയാനുള്ള ഒരു കാരണമുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ യൂട്യൂബിൽ കറക്റ്റ് ആൻഡ് പ്രോപ്പറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് റീച്ച് കിട്ടുകയും നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ ആയിട്ടുള്ള മോണിറ്റൈസേഷൻ നമുക്ക് എനേബിൾ ആക്കാനും പറ്റും. സോ യൂട്യൂബ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും തുടങ്ങിയിട്ട് റീച്ച് കിട്ടാത്തവർക്കും ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കാൻ പറ്റട്ടെ, റവന്യൂ ജനറേറ്റ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.